ഹലോ ഓൾ വെൽക്കം. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നെറ്റ് ആസ്പിരൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ അപ്കമിങ് ആയിട്ടുള്ള നെറ്റ് എക്സാം CSIR നെറ്റ് എക്സാം എഴുതാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്, അതിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിൽ ഞാൻ എൻ്റെ ഒരു ജേർണി CSIR നെറ്റ് ലാസ്റ്റ് നടന്ന 2024 ഡിസംബറിൽ നടന്ന എക്സാം ഞാൻ എങ്ങനെ ക്രാക്ക് ചെയ്തു എന്നുള്ളതിൻ്റെ എൻ്റെ പേഴ്സണൽ ജേർണിയാണ് പറയാൻ വേണ്ടി പോകുന്നത്. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ ഫസ്റ്റത്തത് ഞാനൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ CSIR നെറ്റ് ഓൾറെഡി ഫ്രഷേഴ്സ് ആണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടായിരിക്കില്ല. റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ അവർക്ക് ഓൾറെഡി അറിയായിരിക്കും എങ്ങനെയാണ് നെറ്റ് എക്സാം വരിക, അതിന്റെ ക്രൈറ്റീരിയ എങ്ങനെയാണ്, എത്ര പാർട്സ് ഉണ്ടായിരിക്കും എന്ന് അറിയാം. ഫോർ ഫ്രഷേഴ്സ് ഐ എം ടെല്ലിങ്, ഫസ്റ്റ് A പാർട്ട്, B പാർട്ട്, C പാർട്ട്, ഇങ്ങനെ നമുക്ക് 3 പാർട്ട് ഉണ്ടാവും നെറ്റ് എക്സാമിന്. അതിൽ A പാർട്ടിൽ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ലോജിക്കൽ റീസണിങ്, മാത്തമാറ്റിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് പ്രോബിലിറ്റി അങ്ങനത്തെ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള അവർക്ക് ചോദിക്കാൻ പറ്റിയ ആപ്റ്റിറ്റ്യൂഡ് ഉള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഇംഗ്ലീഷിലെ ഗ്രാമർ ബേസ്ഡ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് A പാർട്ടിൽ ഉണ്ടാവുക. അതിൽ ടോട്ടൽ നമുക്ക് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ആ 20 ക്വസ്റ്റ്യനിൽ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത് ആകെ 15 ആണ്. 15 ആണ് മാക്സിമം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുക. അതിൽ കുറഞ്ഞാലും കുഴപ്പമില്ല, 15 മാക്സിമം ആണ്. 15 മാക്സിമം ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അതിൽ ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ് ഉണ്ടാവുക. ഇനി B പാർട്ടിൽ വരുമ്പോൾ ബിയും സിയും നമുക്ക് മൊത്തത്തിൽ കെമിസ്ട്രി എക്സാം ആണ്. കെമിക്കൽ സയൻസ് ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ കെമിസ്ട്രി ആണെങ്കിൽ അവിടെ നമുക്ക് എന്താണ് B പാർട്ടും C പാർട്ടിലും എന്താ ഉണ്ടാവുക, കെമിസ്ട്രി മാത്രമാണ്. ഇനിയിപ്പോ ഫിസിക്സ് ഏതെങ്കിൽ B പാർട്ടും C പാർട്ടും എന്തായിരിക്കും, ഫിസിക്സ് ആയിരിക്കും. അതുപോലെ മാത്സ് ആണെങ്കിൽ അങ്ങനെ. ഏത് എക്സാം ആണോ CSIR നെറ്റിന്റെ, അത് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് A പാർട്ട് എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ബിയും സിയും നമ്മുടെ ഏതാണോ നമ്മുടെ സബ്ജക്ട്, അത് കെമിക്കൽ സയൻസിനെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ B പാർട്ടും C പാർട്ടും എന്താണ്, കെമിസ്ട്രി ആണ്. B പാർട്ടിൽ നമുക്ക് ടോട്ടൽ അവർ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 40 ക്വസ്റ്റ്യൻസ് അവർ തരും. അതിൽ നമുക്ക് 35 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. 35 ക്വസ്റ്റ്യൻസിൽ ഓരോ ക്വസ്റ്റ്യൻസിനും 2 മാർക്ക് വീതം. അപ്പൊ എത്ര വന്നു, 70 മാർക്സ് അവിടെ വന്നു. 70 പിന്നെ നമ്മൾ എന്ത് ചെയ്തു, 15 മാർക്സ് A പാർട്ടിലും ഉണ്ട്. അപ്പൊ എത്ര വന്നു, 30. 70 + 30 100 മാർക്സ് നമുക്ക് A പാർട്ടും B പാർട്ടും കൂടിയായി. ഇനി നമ്മൾ C പാർട്ടിൽ വരുമ്പോൾ നമുക്ക് 60 ക്വസ്റ്റ്യൻസ് അവരവിടെ തരും. പക്ഷെ നമ്മൾ എഴുതേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ, 25 ക്വസ്റ്റ്യൻസ്. 25 ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ട് എഴുതേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 4 മാർക്ക് വീതം. അപ്പൊ 25 × 4 എന്ന് പറയുമ്പോൾ നമുക്ക് 100 മാർക്സ് ആയി. അപ്പൊ 100 + 100 200 മാർക്സിന്റെ ടോട്ടൽ പേപ്പർ ആണ് CSIR നെറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് അധികം ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ചോയ്സ് ഉണ്ട്. C പാർട്ടിൽ 60 ക്വസ്റ്റ്യൻ അവർ തരും, അത് 25 മാത്രമേ നമ്മൾ എഴുതണ്ടൂ. അതിലൊരു ഉപകാരം എന്താ, നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട നമ്മൾ പഠിച്ച പോർഷൻസ് നിന്ന് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് എഴുതുക. അതൊരു വലിയൊരു കാര്യമല്ലേ. ഇഷ്ടംമാതിരി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്കൊരു ഓർഗാനിക്കിൽ ഒരു 13 ചാപ്റ്റർ ഉണ്ട്, ഫിസിക്കൽ ഒരു 12 ചാപ്റ്റർ ഉണ്ട്, ഇൻഓർഗാനിക്കിൽ നമുക്കൊരു 10 ചാപ്റ്റർ ഉണ്ട്. അങ്ങനെ വിചാരിക്കുക, ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഉള്ളതെങ്കിൽ ഇത്രയും മുഴുവൻ 100% സിലബസ് പഠിച്ചിട്ട് ആരും CSIR നെറ്റ് എക്സാം എഴുതാൻ പോകാറില്ല. നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കേണ്ട കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏതൊക്കെയായിരിക്കും നമുക്ക് പഠിക്കാൻ പറ്റുക, ആ ചാപ്റ്റേഴ്സ് വൃത്തിക്ക് പഠിച്ചിട്ട് പോവുക. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മൾ ചൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് എഴുതുക. അതാണ് നമ്മുടെ ആർട്ട് ഓഫ് സെലക്ഷനും ആർട്ട് ഓഫ് ഇഗ്നോറിംഗ് ഓഫ് ക്വസ്റ്റ്യൻസും ആണ് നമ്മുടെ മെയിൻ കാര്യം. CSIR നെറ്റ് ക്വാളിഫൈ ആവാൻ നമുക്ക് ഇഷ്ടം മാതിരി നമ്മുടെ ടോപ്പിക് വളരെ വാസ്റ്റ് ആണ്. ഈ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് നമ്മൾ പഠിച്ചതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ, അത് നമുക്ക് തെറ്റാണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാതെ, അതാണ് മെയിൻ കാര്യം. അപ്പം A പാർട്ട് എന്നുള്ളത് നമ്മൾ സീരിയസ് ആയിട്ട് നോക്കിയിട്ടില്ലെങ്കിലും കാര്യമില്ല. കാരണം നമുക്കത് ലോജിക്കൽ റീസണിങ് വെച്ചിട്ട് ഒരു 15 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറൌണ്ട് ഒരു 5 to 6 ക്വസ്റ്റ്യൻ നമുക്ക് ലോജിക്കൽ റീസണിങ്ങും നമ്മുടെ കോമൺ സെൻസ് ഒക്കെ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിനേക്കായിട്ട് നിങ്ങൾ കൂടുതൽ പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഓൾറെഡി മാത്ത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നന്നായിട്ടുള്ളവർക്ക് കുറച്ചുകൂടി ഒന്ന് ബ്രഷപ്പ് ചെയ്ത് ഓക്കെ ആവുന്നുള്ളവർക്ക് അത് നോക്കാം. അല്ലാത്തവർ കെമിസ്ട്രി തന്നെ ഫോക്കസ് ചെയ്താൽ മതി. നമുക്കൊരു 10 മാർക്ക്, ഒരു 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ 10 മാർക്ക് A പാർട്ടിന് ഓക്കെയാണ്. ബാക്കി മാർക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി, ബിയും സിയും നിന്ന് എടുത്താൽ മതി. ബിയിൽ നിന്ന് മാക്സിമം നമുക്ക് 70 മാർക്സ് കിട്ടുക. ആ 70യിൽ നിന്ന് നമ്മൾ 35 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണമെന്നില്ല. നമ്മളൊരു 25 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ തന്നെ അവിടെ എത്രയായി മാർക്ക്, 50 മാർക്കായി. അപ്പൊ 50 + 10 എത്രയായി, 60 മാർക്കായി. ഇനി നമ്മൾ ഇവിടത്തേക്ക് വരികയാണെങ്കിലോ, C പാർട്ടിലാണെങ്കിൽ നമ്മൾ 25 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അറ്റൻഡ് ചെയ്യുന്നത്. 25 × 4 100 മാർക്സ് ആയി. നമ്മൾ ആ 25 കൂടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 + 4 എത്രയായിരുന്നു, 50 + 60 എത്ര മാർക്ക് വന്നു, നമുക്ക് 170 മാർക്ക് നമുക്ക് വന്നു, അല്ലെ സോറി 160 മാർക്സ് വന്നു. 160 നെറ്റ് എക്സാമിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ നെഗറ്റീവ് മാർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് വന്നിട്ട് അതിൽ നിന്ന് കുറച്ച് കുറഞ്ഞായിട്ട് നമുക്ക് എത്രയിൽ നമ്മൾ വന്നെത്തും, ഒരു 125 130 നമ്മൾ എത്തും. അതൊരു സേഫ് സ്കോർ ആണ്.
ആ സ്കോർ നമുക്ക് നെറ്റ് എക്സാമിന് കിട്ടുകയാണെങ്കിൽ യു വിൽ ക്രാക്ക് ദ എക്സാം വിത്ത് ഹൈ റാങ്ക്. അത് ഉറപ്പാണ്. അപ്പൊ നമ്മുടെ ഫോക്കസ് ഒരു 150 മാർക്സിന് അറ്റൻഡ് ചെയ്യണം. അത് കുറഞ്ഞിട്ട് ഇപ്പൊ നെഗറ്റീവ് മാർക്കിംഗ് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ നെഗറ്റീവ് മാർക്സിങ് വരാം. ആ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർത്ത് സിയിലാണെങ്കിൽ 4 മാർക്കാണ്. അത് 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ 4 മാർക്കർ ഓൾറെഡി പോയി, 1 മാർക്ക് നെഗറ്റീവ് ആയിട്ട് പോയി. അപ്പൊ 5 മാർക്ക് അവിടെ പോകും. അപ്പൊ ബി പാർട്ടിലാണെങ്കിലോ 2 മാർക്കർ ക്വസ്റ്റ്യൻ ആണ്, 0.5 നെഗറ്റീവോ, അപ്പൊ 2.5 അവിടെ പോയി ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ. എ പാർട്ടിലും സെയിം അവസ്ഥയാണ്, 2 മാർക്കർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ തന്നെ അവിടെയും 2.5 പോകും ഒരു ക്വസ്റ്റ്യൻ തെറ്റിയ. 2 മാർക്ക് ആ ക്വസ്റ്റ്യന്റെ മാർക്കും 0.5 നെഗറ്റീവും. അപ്പൊ സി പാർട്ടാണ് നമ്മൾ ഒരിക്കലും നെഗറ്റീവ് മാർക്കിംഗ് വരാതെ സൂക്ഷിക്കേണ്ട ഒരു പാർട്ട്. ബിയിലും എയിലും നെഗറ്റീവ് മാർക്കിംഗ് വരുത്തണം എന്നല്ല പറഞ്ഞത്, സി മാർക്കിൽ ഒരിക്കലും നമ്മൾ നെഗറ്റീവ് മാർക്കിംഗ് വരുത്താൻ പാടില്ല. കാരണം നമുക്ക് 25 ക്വസ്റ്റ്യൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടായിരിക്കും ചെയ്യേണ്ടത്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് സി പാർട്ടിൽ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ, 60 ക്വസ്റ്റ്യൻ 25 നമുക്ക് എഴുതണ്ടു. ആ 25 നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റൻഡ് ചെയ്താൽ നെഗറ്റീവ് വരത്തില്ല, ഞാൻ പഠിച്ച പോർഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അങ്ങനെ വെച്ച് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നല്ല മാർക്ക് കിട്ടും. ഒരു 100 മാർക്ക് സി പാർട്ടിൽ നിന്ന് വരും. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത് സി പാർട്ടാണ്. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ആലോചിച്ചിട്ട് ചൂസ് ചെയ്യണം. ആ ചൂസിങ് ആണ് CSIR നെറ്റിന്റെ വലിയ കാര്യം. നമ്മൾ എക്സാമിൽ ക്വസ്റ്റ്യൻസ് ഏത് ചൂസ് ചെയ്യുന്നോ, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഒരാൾ ചെയ്തു, കുറെ നേരം എടുത്തു, ഒരു 5 മിനിറ്റ് എടുത്തിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തത്, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനാണ് വന്നത്, 4 മാർക്ക് അയാൾക്ക് കിട്ടി. പിന്നെ അതേ സി പാർട്ടിൽ ഒരു എളുപ്പത്തിൽ 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അത് എഴുതിയപ്പോഴും 4 മാർക്കാണ് കിട്ടുക. അപ്പൊ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യുന്നതെന്ന് നമ്മുടെ വിഷയമല്ല, മാർക്കാണ് നമ്മുടെ പ്രാധാന്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ CSIR നെറ്റിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. എന്താണ്, എയും ബിയും സിയും പാർട്ട് ഉണ്ട്, അതിൽ ഇത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത്ര മാർക്സ് ഉണ്ട്, ഇത്ര സ്കോർ ചെയ്താൽ നമ്മൾ സേഫിലാണ്. ഓക്കെ അല്ലേ? ഇനി എന്റെ സ്ട്രാറ്റജി പറയുകയാണെങ്കിൽ ഞാൻ ലാസ്റ്റ് 6 months ആണ് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്തത്. അതിന് മുന്നേ ഞാൻ നെറ്റ് എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കണ്ടിന്യൂസ് പ്രിപ്പറേഷൻ ആയിരുന്നില്ല. പക്ഷെ CSIR നെറ്റ് ഡിസംബറിലേക്ക് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് പ്രിപ്പറേഷൻ ആയിരുന്നു. 6 hours പെർ ഡേ തീർച്ചയായിട്ടും പഠിച്ചിട്ടുണ്ട്. അത് അധികം പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലെ 6 hours പെർ ഡേ ഡെയിലി നമ്മൾ പഠിക്കണം. 6 hours, അതായത് 6 months ആണ് നിങ്ങൾക്ക് ഉള്ളത്. നമുക്കറിയാം നെറ്റ് എക്സാം ട്വൈസ് ആൻ ഇയർ നടക്കുന്ന എക്സാം ആണ്. ജൂണിലും വരാറുണ്ട്, ഡിസംബറിലും വരാറുണ്ട്. അപ്പം ഡിസംബറിലേക്കുള്ള എക്സാമിന് നമ്മൾ ജൂൺ കഴിയുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോഴാണ് ഡിസംബറിലേക്ക് നമുക്ക് 6 months കിട്ടുക. ആ 6 months കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ദിവസം 6 hours വെച്ച് പഠിക്കണം. അതിൽ നിങ്ങൾ സൺഡേസ് ലീവ് എടുത്തോളൂ, കുഴപ്പമില്ല. ഒരു വീക്കിൽ ഒരു ദിവസം ലീവ് എടുക്കാം, കുഴപ്പമില്ല. പക്ഷെ ബാക്കിയുള്ള ദിവസം 6 hours പെർ ഡെയിലി പഠിച്ചിരിക്കണം. ആ ഒരു ദിവസം നമ്മൾ സൺഡേ ആണ് ചിലർക്ക് എടുക്കാം, ഫ്രൈഡേ എടുക്കാം, അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് അന്ന് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ സൺഡേയിലേക്ക് നമ്മൾ പഠിച്ചിട്ട് ബാക്കിയുള്ള ദിവസം ഒഴിവാക്കുക. അങ്ങനെ ഒരു 5 days a week, ഒരു 6 days a week നമ്മൾ എന്ത് ചെയ്യണം, 6 days a week പെർ ഡേ 6 hours പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രം നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വാസ്റ്റ് സിലബസ് ആണ്. ഈ 6 hours പെർ ഡേ എന്ന് പറയുന്നത് ഞാൻ തിയറി മാത്രമല്ല, അതിൽ ഞാൻ അസൈൻമെന്റ്സും ചെയ്യാറുണ്ട്, മോക്ക് ടെസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം ഈ 6 hours. അപ്പൊ ഡെയിലി റിവിഷനും ചെയ്യണം. ഡെയിലി റിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ നമ്മൾ കൈനറ്റിക്സ് തുടങ്ങിയിട്ട് വലിയ വാസ്റ്റ് ചാപ്റ്റർ ആണത്. അപ്പൊ കൈനറ്റിക്സിന്റെ ഒരു പോർഷൻ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി ഒരു പകുതി എത്തിയപ്പോഴത്തേക്കും ആ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയതൊക്കെ മറന്നു പോകരുത്. അപ്പൊ എന്ത് ചെയ്യണം, ഡെയിലി നമ്മൾ ഓരോ 2 പേജ് വെച്ചിട്ടെങ്കിലും പഠിച്ച കാര്യങ്ങൾ 2 പേജ് വെച്ചിട്ടെങ്കിലും റിവിഷൻ ചെയ്യണം. റിവിഷനും നമ്മുടെ മോക്ക് ടെസ്റ്റും ആണ് ഈ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഒരു കീ എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം റിവിഷൻ ചെയ്യുന്നോ, എത്രത്തോളം ടെസ്റ്റ് കൊടുക്കുന്നോ, അതായത് പ്രാക്ടീസ് ടെസ്റ്റ് കൊടുക്കുക, നമ്മൾ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി അതെ നമ്മുടെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ടെസ്റ്റ് കൊടുക്കുന്നത്. ഡെയിലി റിവിഷനും ടെസ്റ്റും ആണ് നമുക്ക് ഹൈ റാങ്ക് CSIR നെറ്റിന് കിട്ടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉള്ളത്. നമുക്ക് ഇപ്പം നമ്മുടെ എന്താണ് മാർക്ക്, അതായത് നമ്മുടെ 118 ആണ് ലാസ്റ്റ് നമ്മുടെ ഡിസംബർ എക്സാമിൽ വന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത്. ആ കട്ട് ഓഫ് അത്രയും ഹൈ ആണ്. ഈ കട്ട് ഓഫ് ഹൈ വരുന്ന സമയത്ത് നമുക്കൊരു സേഫ് സ്കോർ ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ ഒരു 120 125 ഇടയിലൊക്കെ നമ്മൾ എന്തായാലും നമ്മുടെ സ്കോർ ഉണ്ടെങ്കിൽ നമ്മൾ ക്വാളിഫൈ ആവും. മുന്നത്തെ കുറെ വർഷം മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 110 ഒക്കെയാണ് JRF ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് 118 അതിലും കൂടും ചില സമയം. കാരണം ഈ ഒരു റീസോഴ്സസ് കുറവല്ലേ ഇപ്പൊ നന്നായിട്ട് നമുക്ക് കുറെ അടുത്തുനിന്ന് കുറെ വിവരങ്ങൾ കിട്ടാനുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ എവിടുന്ന് വേണമെങ്കിലും ആൾക്കാർക്ക് നോളജ് കിട്ടാനുണ്ട്, സിലബസ് കിട്ടാനുണ്ട്, ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാ പിള്ളേരും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളും നന്നായിട്ട് വർക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഡെയിലി റിവിഷൻ എന്തായാലും ചെയ്യണം, ടെസ്റ്റ് കൊടുക്കണം.
ഞാനൊരു ലാസ്റ്റ് ഒരു 10 to 12 ഇയേഴ്സിന്റെ PYQs ഒക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. PYQs ഫസ്റ്റ് നമ്മൾ സോൾവ് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. PYQ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ബാക്കിയുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസിലേക്ക് പോകും. PYQ സോൾവ് ചെയ്യുന്നതാണ് ഫസ്റ്റ് പ്രിഫറൻസ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് സീരീസ് പല പ്ലാറ്റ്ഫോമിന് ഉണ്ടാവും, ടെസ്റ്റ് സീരീസ് കൊടുക്കാം. പക്ഷെ ആദ്യം PYQൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. പിന്നെ നമ്മൾക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ മോക്ക് ടെസ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ പ്ലാറ്റ്ഫോമിന്റെ ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റിന് അവർ ഇത്ര സമയം തരും. ഒരു 15 ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവർ എത്ര തരും? ഏകദേശം ഒരു അരമണിക്കൂറാണ് തരാം, ഒരു ക്വസ്റ്റിന് 2 മിനിറ്റ് വെച്ചിട്ട്. അപ്പൊ നമ്മൾ അങ്ങനെ വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എക്സാം ഹാളിൽ നമുക്ക് എന്ത് വരില്ല, ഈ ഒരു ടൈം മാനേജ്മെന്റ് പ്രശ്നം വരില്ല. പിന്നെ നമ്മളൊരു കാര്യം പഠിക്കുമ്പം ആ കാര്യം മനസ്സിലാക്കി പഠിക്കുക, അതിന്റെ ലെക്ചർ നോട്ട് നമ്മുടെ ഹാൻഡ് റിട്ടണിൽ എഴുതുക, അതിന്റെ ചെറിയൊരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുക. അപ്പൊ നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം റിവിഷൻ ചെയ്യുന്നു അത്രത്തോളം ഉപകാരമെന്ന് പറഞ്ഞു. റിവിഷൻ ചെയ്യുക, ആ ഷോർട്ട് നോട്ട് ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് എക്സാമിന്റെ സമയത്ത് നമുക്ക് ഉപകരിക്കുക. ആ ലാസ്റ്റ് സമയത്ത് ഈ ഒരു ബുക്ക് നമ്മൾ മറച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചാപ്റ്റർ മുഴുവൻ മനസ്സിൽ വരുന്നതായിട്ട് തോന്നും. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്താണ്, നമ്മൾ പെർ ഡേ ഒരു 6 hours വെച്ച് പഠിക്കണം. ആ സമയത്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. ആ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ PYQs സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യുക, റിവിഷൻ ചെയ്യുക, ടെസ്റ്റ് കൊടുക്കുക, ഇത് മാത്രമായിരിക്കണം നമ്മൾ ഇനി അടുത്ത എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു 6 months നമ്മളെ റുട്ടീന്. വേറെ ഒന്നിലേക്ക് നമ്മൾ പോകരുത്. ഒരു 6 months അല്ലേ, ആ 6 months മുഴുവനായിട്ടും കൊടുക്കാൻ വേണ്ടി നോക്കുക. നമ്മൾ കൺസെപ്റ്റ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ. സ്റ്റഡി റിസോഴ്സസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും പിന്നെ ഓഫ്ലൈനായിട്ടും കുറേ അധികം പ്ലാറ്റ്ഫോംസ് കിട്ടാനുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് തന്നെ വേണമെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഏറ്റവും നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് നമ്മൾ പറയാം പുരി ശർമ്മ പറ്റാനിയാണ്. PSP എന്ന് പറയും. PSP ആണ് നമ്മുടെ ഫിസിക്കൽ കെമിസ്ട്രിയുടെ ബേസിക് ബുക്ക്. അതിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഫിസിക്കൽ കെമിസ്ട്രിയിലെ ചാപ്റ്റേഴ്സും കിട്ടും. KL കപൂർ ഉണ്ട് അതുപോലെ അത്കിൻസ് എന്ന് പറയുന്നത് ഒരു ഫോറിൻ ഓതറിന്റെ ബുക്കാണ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത്കിൻസ് നോക്കണം. ഇനി ഓർഗാനിക് കെമിസ്ട്രിയിൽ എന്റെ ഫേവറേറ്റ് ക്ലെയ്ഡൺ ആണ്. ക്ലെയ്ഡണിലാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും. ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അതിലും കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ചുകൂടി കാര്യങ്ങൾ അധികമുള്ള ബുക്ക് ഉണ്ട്. ഇവിടെ ഈ ഒരു ബുക്സ് നോക്കിയാണ് അവര് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുക. അപ്പം ഈ ബുക്സ് വായിക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഈ ബുക്സ് തന്നെയാണ് ചില ക്വസ്റ്റ്യൻസ് അവർ അതുപോലെ എടുത്ത് എഴുതുന്നത്, അതുപോലെ എക്സാമിന് വരുന്നത്. ഈ ബുക്സ് ഒക്കെ നമ്മളിപ്പം ക്യാരക്ടേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇനോർഗാനിക് കെമിസ്ട്രിയിലാണ് അജയ് കുമാർ ഹ്യൂയി എന്ന് പറയുന്നതൊക്കെ നല്ല ബുക്കാണ്, നിങ്ങൾ അറിയുന്ന ബുക്കായിരിക്കും. പിന്നെ മിസ്ലർ ആൻഡ് ടാർ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഉണ്ട്, അതും നല്ലൊരു ബുക്കാണ്. ഇതൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഓക്കെ. പിന്നെ നമ്മൾ PYQ ഒക്കെ സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞു, മോക്ക് ടെസ്റ്റും അസൈൻമെന്റ്സ് ഒക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് റിവിഷന്റെയും മോക്ക് ടെസ്റ്റിന്റെയും ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഫ്രീക്വന്റ് ആയിട്ട് റിവിഷൻ ചെയ്തിട്ടില്ലെങ്കിൽ മെമ്മറി പോവുക എന്നുള്ളത് എല്ലാവരുടെയും കാര്യം. ഇപ്പൊ ഞാൻ എത്ര പഠിച്ചിട്ടുള്ള ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഒരു പോർഷൻ നമ്മൾ റിപ്പീറ്റഡ്ലി നോക്കിയിട്ടില്ലെങ്കിൽ, റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മളെ മൈൻഡിൽ നിന്ന് പോകും. അത് നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന്റെ ഒരു ഇതാണ്. അതുകൊണ്ട് റിവിഷൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എത്ര നോളജ് ഉണ്ടായിട്ടും കാര്യമില്ല, റിവൈസ് ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് റീകളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ റിവിഷൻ ഇസ് ദ കീ. പിന്നെ നമ്മൾ മോക്ക് ടെസ്റ്റ് നമ്മുടെ ടൈം മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഞാൻ ആദ്യമൊക്കെ എക്സാം ചെയ്യുന്ന സമയത്ത് എനിക്ക് ടൈം തികയാറില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു ടൈം മാനേജ്മെന്റ് കണ്ടെത്തിയെന്ന് വെച്ചാൽ 3 hours ആണ് നമ്മുടെ പേപ്പർ. അതിൽ C പാർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ C പാർട്ടിൽ ഞാൻ എന്ത് ചെയ്തു, 1.5 hour ആ C പാർട്ടിൽ തന്നെ കൊടുത്തു. ഈ 1.5 hour എനിക്ക് എത്ര ക്വസ്റ്റ്യൻ, മാക്സിമം 25 ആണ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുക. ഒരു 20 to 23 ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം അറ്റൻഡ് ചെയ്താൽ തന്നെ നമ്മൾ സേഫിലാണ്. ഒരു 20 to 23 അത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നോക്കണം നമ്മൾ. അതിലും 20 ഒക്കെ ആയപ്പോൾ നമ്മളെ സമയം 1.5 മണിക്കൂർ കഴിഞ്ഞ് 20 ക്വസ്റ്റിനെ ചെയ്യാൻ പറ്റൂലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത പാർട്ടിലേക്ക് പോകണം. കാരണം B പാർട്ടിലേക്ക് ഇനി അടുത്ത് പോകണം. കാരണം B പാർട്ടിൽ ചിലപ്പോൾ ഈസി ക്വസ്റ്റ്യൻ ആണെങ്കിലോ അത് നമുക്ക് മിസ് ഔട്ട് ആവില്ലേ. അപ്പൊ ഇനി അടുത്ത് വരുന്ന 1 hour ഞാൻ B പാർട്ടിലേക്ക് നോക്കും. അപ്പൊ B പാർട്ടിൽ എനിക്ക് മാക്സിമം 35 ചെയ്യാം. അതിലൊരു 25 ഒക്കെ ചെയ്താൽ തന്നെ വലിയ കാര്യം. ഒരു 20 ഒക്കെ എത്തിയ കഴിഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. 20 എന്ന് പറഞ്ഞാൽ തന്നെ 40 മാർക്സ് ആയി. അവിടെ നെഗറ്റീവ് ഒന്നും ഇല്ലെങ്കിൽ ആ 40 മാർക്സ് നമുക്ക് കിട്ടി. അപ്പം ബിയിലേക്ക് പോകണം. ആ ഒരു 1 hour അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ബാക്കി ഒരു അരമണിക്കൂർ ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യണം, A പാർട്ടിലേക്ക് കൊടുക്കണം. A പാർട്ട് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് റീഡ് ചെയ്യുമ്പോൾ തന്നെ ആൻസേഴ്സ് നമുക്ക് കിട്ടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ലോജിക്കൽ കോമൺ സെൻസിൽ. അങ്ങനെയുള്ള അപ്പൊ നമുക്കൊരു 5 ക്വസ്റ്റ്യൻ അതിൽ ചെയ്യാൻ പറ്റുള്ളൂ, ഒരു 15 മിനിറ്റ് അതിനെടുത്തുള്ളൂ. ബാക്കി 15 ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യണം, മൊത്തത്തിൽ ഒന്നുകൂടി ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തെങ്കിലും തെറ്റ് നമ്മൾ വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയം യൂസ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് സമയം ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും.
പിന്നെ സെൽഫ് അസസ്മെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് കൊടുക്കാൻ പറഞ്ഞല്ലോ ഞാൻ. അപ്പോൾ ഓരോ ടെസ്റ്റ് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എത്ര നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ടോ അല്ലെങ്കിൽ ടൈം നമ്മൾ എടുക്കുന്നതൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഓരോ ടെസ്റ്റ് കഴിയുമ്പോൾ നെഗറ്റീവ്സ് കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. നമ്മൾ ചൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ റോങ് ആണെന്നാണ്. അപ്പൊ നമ്മൾ ഇതേ തെറ്റ് എവിടെ ചെയ്യും? നമ്മുടെ ഫൈനൽ എക്സാമിന് ചെയ്യും. അപ്പൊ സെൽഫ് അസസ്മെന്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് നമ്മൾ ടെസ്റ്റ് കൊടുക്കുക, മോക്ക് ടെസ്റ്റ് കൊടുക്കുക, നമ്മുടെ എന്താണ് ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ തെറ്റ് വരുത്തില്ല എന്നാണ് നമ്മൾ ആക്യുറസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കുക. അത്രയും മിസ്റ്റേക്സ് കുറച്ചിട്ട് നെഗറ്റീവ് മാർക്കിംഗ് കുറക്കാൻ വേണ്ടി നോക്കുക. നെഗറ്റീവ് മാർക്കിംഗ് വന്നോ നമ്മുടെ എക്സാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. എന്റെ പ്രീവിയസ് ഇയർ എക്സ്പീരിയൻസിലൊക്കെ അതാണ് പറ്റിയത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന നെഗറ്റീവ് മാർക്കിംഗ്. ഞാൻ നല്ലൊരു മാർക്കിന് വേണ്ടിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിൽ ഒരു നല്ലൊരു ശതമാനം നെഗറ്റീവായിട്ട് പോകും, ചെറിയൊരു മിസ്റ്റേക്സ് വെച്ചിട്ട്. അതുകൊണ്ട് നെഗറ്റീവ് ഇല്ലാണ്ട് നോക്കുക എന്നുള്ളതാണ് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഇമ്പോർട്ടന്റ് കാര്യം. റിവിഷൻ ചെയ്യുക, ടെസ്റ്റ് കൊടുക്കുക, നെഗറ്റീവ് നമുക്ക് വരാനേ പാടില്ല എന്നുള്ള മൈൻഡിൽ പോവാം. ചില നെഗറ്റീവ്സ് എന്തായാലും വരും ഫൈനൽ എക്സാമിന്. പക്ഷെ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സേഫ് സ്കോറിൽ ഒരു 150 അറൌണ്ട് 140 മാർക്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഞാൻ എക്സാമിൽ വരുത്തിയ കുറച്ച് മിസ്റ്റേക്സ് ആണ്. എക്സാം ഹോളിലെത്തിയ ഭയങ്കരമായിട്ട് പാനിക് ആവുക, പേടിയാവുക, ഇത്ര സമയമുള്ളൂ, നമുക്ക് എങ്ങനെ ചെയ്യണം. അതിൽ ഞാൻ ആ സമയത്ത് ചെയ്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ വൃത്തിക്ക് വായിക്കൂല. അപ്പൊ സമയം ഞാൻ എവിടെ ഇതാക്കാൻ നോക്കുകയാണ്? ക്വസ്റ്റ്യൻ വായിക്കുന്നത് സ്പീഡിൽ വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ നോക്കുക. ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചില്ലെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ? നമുക്ക് നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിക്കണ്ടേ? ക്വസ്റ്റ്യൻ നമ്മൾ ഒരു പ്രാവശ്യം വായിക്കുക, മനസ്സിലായില്ല, സെക്കൻഡ് ടൈം കൊടുക്കുക, തേർഡ് ടൈം കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്മൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ തുടങ്ങാം. അപ്പൊ എക്സാമിൽ നമ്മൾ പാനിക് ആയിട്ട് ക്വസ്റ്റ്യൻ സ്പീഡിലൊക്കെ വായിച്ച് തീർക്കുമ്പോൾ നമ്മൾ എന്തായാലും നെഗറ്റീവ് മാർക്കിംഗ് ചെയ്തു പോകും. ഐ മെയ്ഡ് ദ സെയിം മിസ്റ്റേക്ക്. പിന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റക്ക് ആവാൻ പാടില്ല. ഇതും ഞാൻ ചെയ്യുന്ന കാര്യമാണ്. എനിക്ക് 1 by 1 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയായിരുന്നു. ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ എത്തി, അതെനിക്ക് കിട്ടുന്നില്ല, അപ്പൊ ഞാൻ ഇരിക്കും, അതിന്റെ ഫോർമുലാസും കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കും. സമയം അവിടെ പോവാ. ഈ ക്വസ്റ്റ്യൻ എനിക്ക് അറിയില്ല, സ്കിപ്പ്. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് അവിടെ വേറെ ബാക്കി? 60 ക്വസ്റ്റ്യൻ ഉണ്ട് സി പാർട്ടിൽ, നമുക്ക് 25 വേണ്ടു, സ്കിപ്പ് ചെയ്തൂടെ? അത് ഞാൻ ഈ ഒരു ലാസ്റ്റ് എക്സാം പ്രിപ്പറേഷനിലാണ് കൂടുതലും ഞാൻ ഫോളോ ചെയ്തത്. ലാസ്റ്റത്തെ ആ ഒരു 6 monthsലാണ് ഞാൻ സ്കിപ്പ് എന്നുള്ളത്, ആർട്ട് ഓഫ് സ്കിപ്പിംഗ് എന്ന് തന്നെ ഞാൻ പറയും. ആർട്ട് ഓഫ് ലീവിങ് ക്വസ്റ്റ്യൻസ്, അതൊരു ആർട്ടാണ്. എത്രത്തോളം നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് മാറ്റി നിർത്തി നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസിലേക്ക് പോവാന്നുള്ളത് ഒരു ആർട്ടാണ്. അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കും കുറയും. എനിക്ക് പറ്റിയ മിസ്റ്റേക്കും അതാണ്. എന്ത്? നെഗറ്റീവ് മാർക്സിങ് കൂട്ടുക, അറിയാത്ത ക്വസ്റ്റ്യൻസിൽ ടൈം വേസ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കാണ്ടിരിക്കുക. ഞാൻ അവിടെ എന്റെ ടൈം കുറയ്ക്കാൻ നോക്കുന്നത് ഇതാ, ക്വസ്റ്റ്യൻ സ്പീഡിൽ വായിച്ചു വിടുക. അപ്പം എന്തൊക്കെയോ മാറ്റേഴ്സ് നമ്മളവിടെ മിസ് ഔട്ട് ആവും. എല്ലാ സെന്റൻസും വൃത്തിക്ക് വായിച്ചില്ലെങ്കിൽ ചില വാല്യൂസ് ഒക്കെ ഞാൻ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. അത് ബാക്കി വെച്ചിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ള മിസ്റ്റേക്സ് ആണ് ഞാൻ വരുത്തിയത്. നിങ്ങൾ വരുത്താണ്ടിരിക്കേണ്ട മിസ്റ്റേക്സും ഇതാണ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ അവർ ഫ്രീ CSIR നെറ്റ് കമ്മ്യൂണിറ്റി. ദ ലിങ്ക് ഇസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. പിന്നെന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദ കമന്റ് സെക്ഷൻ ബിലോ. സോ ഇത്രയാണ് ഒരു ബ്രീഫായിട്ട് മൈ ജേർണി പറയാനുള്ളത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.